ഹലോ, കുക്ക് വിത്ത് റിനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രഷർ കുക്കറിൽ തയ്യാറാക്കുന്ന നല്ല അടിപൊളി ഒരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ മത്തിക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1/2 കിലോ മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ചെറിയ മത്തി ഉപയോഗിക്കുന്നതാണ് ഈ കറിക്ക് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടുന്നത് ഒരു മീഡിയം തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് വയ്ക്കുക. ഒരു വലിയ സവോളയും ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത് വയ്ക്കുക. പിന്നെ ഇത് 4 ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഈ പച്ചമുളക് കൂടാതെ ഇതിലേക്ക് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ളത് ചേർക്കുക. പിന്നെ വേണ്ടുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. പിന്നെ ഇത് 1 ടീസ്പൂൺ മീഡിയം സ്പൈസി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മുഴുവൻ നമ്മൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് ഒരു കഷ്ണം നല്ല വീര്യമുള്ള കുടംപുളിയാണ്. നമ്മൾ പുളിക്കായിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്തിട്ടുണ്ട്. അതുകൂടാതെയാണ് ഈ കുടംപുളി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കുടംപുളിയുടെ വീര്യത്തിനനുസരിച്ചിട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ളത് ചേർക്കുക. ഇനി ഇത് കുറച്ച് കറിവേപ്പിലയാണ്. ഇത് കൂടാതെ മല്ലിയിലയും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് എണ്ണ മതി. വെറും 2 ടീസ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതും നിർബന്ധമൊന്നുമില്ല താനും. കാരണം ഈ മത്തിയിൽ നിന്ന് ആവശ്യത്തിന് നെയ്യ് ഇറങ്ങുന്നുണ്ട്. ആ നെയ്യ് തന്നെ മതി നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഈ മത്തിയിലേക്ക് കുറച്ച് ഉപ്പ് പുരട്ടി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോളയൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി മത്തി ഉപ്പ് ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം എല്ലാം കൂടെ ആകുമ്പോൾ ഉപ്പ് കൂടി പോകരുത്. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. അതായത് ആ ഉപ്പൊക്കെ ആ സവോളയിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. ഇപ്പോൾ ആ സവോളയിലേക്ക് ആ ഉപ്പെല്ലാം നല്ലതുപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് അതും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതായത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതും കൂടെ നല്ലതുപോലെ ഈ സവാളയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആ പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയിൽ നിന്ന് ഒരു പകുതി കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ബാക്കി അവിടെ ഇരിക്കട്ടെ. നമുക്ക് പിന്നീട് മത്തിയുടെ മുകളിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ പാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്രഷർ പാൻ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രഷർ കുക്കർ ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം, ഒരു ലെയർ പോലെ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മത്തി ഞാൻ ഈ കാണിക്കുന്ന പോലെ ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. പ്രഷർ കുക്കർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം 2 ലെയറായിട്ട് വെക്കേണ്ട വരുമായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി കുറച്ച് സവാള ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുവാണ്. ആ ബാക്കിയുള്ള തക്കാളി ഇനി ഇതിൻ്റെ മുകളിലൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് വിതറിയേക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഇതിൻ്റെ ചുറ്റിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അത് കൂടാതെയാണ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെള്ളം.
ഇപ്പം ഞാൻ ആ പ്രഷർ പാന് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം തീ സിമ്മിലേക്ക് മാറ്റുക. തീ എത്രയും കുറച്ച് വെക്കാവോ അത്രയും കുറച്ച് വെക്കണം. അങ്ങനെ സിമ്മിലിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ആവി മുഴുവൻ പോയി കഴിഞ്ഞിട്ട് വേണം ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. സിമ്മിലേക്ക് മാറ്റിയാലും ചിലപ്പം വിസിൽ അടിച്ചുകൊണ്ടിരിക്കും, അത് കാര്യമാക്കണ്ട. അത് കൂടി ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മളിതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. കാരണം ചിലരുടെയൊക്കെ സ്റ്റൗവിൽ സിമ്മിലിട്ടാലും അത്യാവശ്യം നല്ല ചൂടുണ്ടാവും ഫ്ലെയിമിന്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 1/4 കപ്പ് വെള്ളം മതിയാവില്ല, 1/2 കപ്പ് വെള്ളമെങ്കിലും ചേർക്കേണ്ടി വരും. പക്ഷേ തീർത്തും ചൂടില്ലാത്ത ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ധാരാളമായിരിക്കും. 15 മിനിറ്റ് സിമ്മിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പം അതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ തക്കാളിയിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി നമ്മുടെ മത്തി അത്യാവശ്യം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് നോക്കുക. എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയല്ല, പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എനിക്കിപ്പം ഇതിൻ്റെ ഉപ്പും മുളകും ഒക്കെ കണക്കാണ്. കുറച്ച് പുളി കുറവുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ, ആ കുടംപുളി ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ച് ഈ പ്രഷർ പാനിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഈ അടി കിടക്കുന്ന സവാളയ്ക്കൊന്ന് മേലയിലേക്ക് വരുന്നത് പോലെ ഈ മത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പക്ഷെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ കെയർഫുൾ ആയിരിക്കണം, പ്രത്യേകിച്ചും ചെറിയ മത്തി ആണെന്നുണ്ടെങ്കിൽ. കാരണം ഇത് വെന്തിരിക്കുന്നത് കൊണ്ട് പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ സൂക്ഷിച്ച് വേണം ഇത് ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. തിരക്ക് പിടിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. കാരണം മത്തി വെന്തിരിക്കുന്നതുകൊണ്ട് പൊടിഞ്ഞു പോകും. ഓരോന്നായിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇതിനകത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ട് ഞാനിനി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂകി കൊടുക്കാം. ഈ മത്തിയുടെ നെയ്യ് ഇറങ്ങിയിട്ട് തന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം ഈ വെളിച്ചെണ്ണ കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുകയാണ്. ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സിമ്മിലേക്ക് മാറ്റുക. തീ തീർത്തും കുറച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കണം. സിമ്മിലിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മത്തിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരല്പം പോലും പൊടിയാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ മത്തി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം കുക്ക് ചെയ്യുന്നത് കൊണ്ട് ഉപ്പും പുളിയും എരിവും എല്ലാം ആ മത്തിയിലേക്ക് പിടിച്ച് അതിൻ്റെ മുള്ളു വരെ വെന്ത് നമുക്ക് കഴിക്കാവുന്ന പരുവത്തിലായിട്ടുണ്ടാവും. അത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കറി. പിന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. അതായത് ഇത്രയും വേവകണ്ട എന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം സ്റ്റൗവ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഏകദേശം അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നീട് ചെയ്താൽ മതി. അപ്പോൾ ഈ അടിപൊളി മത്തിക്കറിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.